ഇത് ചിന്നിപ്പൻ. ചിന്നിപ്പന് തുറന്നു വിടാൻ പറയുക. നമ്മൾ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടു. വേറെ കയറി വരുന്ന വണ്ടിക്കല്ല, സ്ഥലത്തിന് വേണ്ടി. അല്ല, അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥലം കിട്ടും. അല്ലേ, തത്തമ്മേ തത്തമ്മ കാണാം. തത്തമ്മ തത്തമ്മേ തത്തമ്മേ. ദാനും എല്ലാവരും ഇവിടെ ഉണ്ട്. ദാനും നോക്കുന്നുണ്ട. ഒപ്പം ഞങ്ങളെ തുറന്നു നോക്കാറ പിള്ളേരെയും ഉമ്മച്ചനെ ഇവരെല്ലാം കടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദാനും എന്തൊക്കെയോ പറയുന്നു നമ്മളോട്. പ്ലാനില്ല. മറ്റേ ബോട്ടിൽ വെള്ളം ഇടാവട്ടെ. മേളത്തെ റൂമിൽ കഥകളി ഒറിജിനൽ നിറവാണ് തൂത്തെടുക്കുന്നത്. അമ്മയോട് വേണം അമ്മ എങ്ങനെ വരികയെന്നല്ല പറയാം. ശേ എന്താ മോളെ ഇങ്ങനെയെന്ന്. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലല്ലോ അങ്ങനെ പറയുള്ളൂ. ഞാനതാ പറഞ്ഞു എന്റെ കോൺഫിഡൻസ് കളയല്ലെന്ന് ഇറങ്ങി വരുമ്പോ. നിങ്ങളുടെ പാർലറിലെ ചെക്കനോട് പറയണമെന്ന് എന്നോട് പറഞ്ഞ രാവിലെ മുടി ഒന്ന് ശരിയാക്കി കൊടുക്കണം അവൻ. 9:30. പിന്നെ വെബ്സൈറ്റിലൊക്കെ കൂടുതൽ ഇങ്ങനെ പോകുന്നത് കൊടുക്കുമ്പോഴാണ് ഇതെല്ലാം പരസ്യത്തിന്റെ ആണ്. നല്ല വർക്ക് ചെയ്യുന്ന എത്രയോ പേര് പരസ്യമില്ലാത്ത കാരണം നിന്ന് പോകുന്നുണ്ട്. 4 സെലിബ്രിറ്റിക്ക് എടുത്ത് കഴിഞ്ഞ് പരസ്യമായി. ഒന്നാമത്തെ കിട്ടിയില്ലേ? ഞാനും എന്നെ കാണുമ്പോൾ ചോദിക്കും ഏത് അമ്മായിന്ന്. ഇതേതമ്മായി പരിചയമുണ്ടല്ലോ. ഉണ്ടപ്പെട്ട കണ്ടല്ലോ. ഞാൻ ഒരുങ്ങി ഏകദേശം എന്തോ പോലായോ. ഇല്ല നല്ല പോലെ ഉണ്ട്. അവിടെ ഒരാൾ നല്ല രീതിയിൽ അയ്യോ എന്റെ പുഷ്പലത ചേച്ചിയെ കാണുന്നില്ല. അതാണ് പുഷ്പലത ചേച്ചി. ചെറിയ കൊച്ച അതിന് പിടിച്ച് പുഷ്പലത എന്ന് വന്നാ പിന്നെ ചേച്ചി ചേർക്കണമെന്നാ. കണ്ണാടി നോക്കണ തുമ്പി. അവിടെ വ്യക്തത കണ്ടപ്പോ നിങ്ങൾ ഓർക്കും ഇതൊക്കെ മേക്കപ്പ് ആണല്ലേ? ഇതെല്ലാം ഒറിജിനൽ. എന്റെ ചുണ്ട് നിറം വരെ ഒറിജിനലാന്ന്. മേക്കപ്പ് ഇടാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളൊരു നല്ല ചേർച്ചയുണ്ട് കേട്ടോ, സത്യം. ഡുണ്ടാ ഇവിടെ വയമ്പാരം ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവന് വയറും കാണിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാ. അമ്മത്തെ പൊന്നെവിടെ, ശൊത്തെവിടെ, അവന് പൊന്നെവിടെ. ഓഡിയോക്ക് ചിരിക്കുക. ആളെ കണ്ടിട്ടില്ല, എന്നെ മനസ്സിലാവുന്നില്ല അവന്. പുഷ്പലത കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. മുടി ആന്ന് അവന്റെ ചൊത്തേ എവിടെയോ നോക്കി വരലിരിക്കുന്നേ. എവിടെയോ കണ്ടിട്ടുണ്ടോ? കിടു എൻ്റെ ചെരുപ്പ് എടുത്തോണ്ട് പോകുന്ന എൻ്റെ ചെരുപ്പ് തരാൻ പറയോ. അയ്യോ അയ്യോ കിടു വീണു. ഇവിടെ വീഴും 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 കിടു താഴെ വീഴും. ഇന്നെ സംഭവം ഞാൻ പിടിച്ചോ. അയ്യോ അങ്ങനെ പിടിച്ച് പോക്കല്ലേ, അങ്ങനെ പിടിച്ച് പോക്കല്ലേ. അയ്യോ താഴെ പോകും, താഴെ പോകും, താഴെ പോകും. ആ പറഞ്ഞോ, ഞാൻ പിടിക്കും, ഞാൻ പിടിക്കും. അപ്പോൾ പോലീസ് പിടിക്കും, പോലീസ് പിടിക്കും, പോലീസ് പിടിക്കും. ആ എന്നാ പിടിച്ചോ.
ചിരിക്കുന്നുണ്ടോ ചേച്ചി? കുഞ്ഞാച്ചനൊക്കെ വരും. അപ്പം ഞാനും കണ്ടോ, ഇതെൻ്റെ അനിയത്തി തുമ്പി. താൻ്റെ കിടു 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 ഞങ്ങളെല്ലാം കൂടെ വിളിക്കാൻ പോവാം. എളുപ്പമാണ്. വരുന്നവരെല്ലാം വെടി വെച്ചാനായിട്ട് ഇവിടെ നിൽക്കുക. ഉണ്ടോ, എല്ലാവരും കിടന്ന് വെടി വെക്കും. ഇവിടെ വരുന്ന എല്ലാവരും വലിയ കിടും പറഞ്ഞു കൊടുക്ക്. ആ ചടിക്കോ. ചെക്കൻ കൂട്ടരെ കാത്തു നിൽക്കുന്ന കിച്ചു 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 കിച്ചു. ഓ വണ്ടി പോവും. കയറ്റിയിടാൻ സ്ഥലം അമ്മ മുകളിൽ കയറ്റിയിടാൻ സ്ഥലം ഉണ്ടോ? കിച്ചു വീട്ടിൽ വെച്ച മുകളിലോട്ട്. യോ യോ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ചാടാടാടാ കയ്യൊക്കെ പിടിക്കണമെന്നുണ്ട് ചെക്കൻ്റെ. എന്നിട്ടോടെ എനിക്ക് മുടി സെറ്റ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ഇറങ്ങട്ടെ. അയ്യോ ഞാൻ കുട്ടിക്കാരനോട്ടല്ല നിൽക്കുന്നത്. കൈ പിടിച്ചിറക്കൂ. അതാണ് കുഞ്ഞാച്ചൻ ഇറങ്ങി. നീ ഇവരെ നോക്കി ചേച്ചി വരൂലേ? കേറിപ്പോട്ടെ ഞാൻ. എല്ലാരും വിളിച്ചോണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഉണ്ടാവും പാടും. ചെറുക്കന് നാളെ ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയം. എല്ലാരും ഒരു ഹായൊക്കെ പറയല്ലേ. അച്ചാച്ച എല്ലാവരും ക്ഷണിക്കുന്നു. അത് പശുക്കൂട്ടില്ല. എന്നാ ഫ്രണ്ടോട്ട് പോയി. ചേച്ചിയെ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ചേച്ചി നാച്ചുറൽ ലുക്ക് ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം. എല്ലാവരും അന്തം വിട്ട് ഓവർ എക്സ്പ്രഷനൊക്കെ ഇടണം. നമ്മളെ വന്നു എക്സ്ക്യൂസ് മീ.
എടുക്കടാ, എടാ എന്നെ നീ കാണുന്നില്ലേ? കാണുന്നുണ്ട്. നിങ്ങളെ ഫോട്ടോ എടുക്കാൻ വിളിക്കട്ടെ? അവനപ്പത്തേക്ക് എടുക്കാം. ചേച്ചി കണ്ടുണ്ട് നോക്കി. ഇങ്ങോട്ട് നോക്കടാ. ലിപ്സ്റ്റിക്ക് ഞാൻ ടച്ച് പേര് അറിയോ? ഞാൻ നിനക്ക് നന്നായിട്ട് അറിയാടാ. ഇവരെന്താ വരാത്ത? ഇവിടെ നിന്ന് നീ അവനെ കാണുമോ? വിളിക്കാൻ ആരെ? ആ ക്യാമറയാണ്. ഫ്രണ്ടിലുണ്ട്. ഫോൺ വിളിച്ചെടുക്കുന്നില്ല. ഇങ്ങോട്ട് നോക്ക്. ഇറക്കി വിടുവാ അല്ലേ? അല്ലെന്ന് പറഞ്ഞ അവളെ ഇപ്പൊ ഇറക്കി വിടും. ശരിയായില്ലേ? പിന്നെ സൂപ്പർ. സൂപ്പർ. നാണം നാണം വരണ്ടേ? എവിടെ വിളിച്ചാലും ഞാൻ വരും. ഇതൊരു ഫോട്ടോഷൂട്ട്. അല്ല നമുക്ക് കുഞ്ഞാവച്ചാനെ ടച്ചപ്പ് ചെയ്താണ്. കുഞ്ഞാവച്ചാനെ ടച്ചപ്പ് ചെയ്യണം. കുഞ്ഞാവച്ചാനെ ടച്ചപ്പ് ചെയ്യുക. ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഷൂട്ട്. ഞങ്ങളുടെ ക്യാമറ ക്യാമറ ഞാൻ പോക്സ് പറഞ്ഞു കമ്മൽ നോക്കി ഇങ്ങനെ കമ്മൽ നോക്കി ചിരിക്കൂല്ലേ ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും. കണ്ണടച്ച് ഉറങ്ങുക. പോസ മോഡലായി പുഷ്പലതയ്ക്ക് സ്ഥലം കിട്ടുന്നില്ല. കണ്ണാടി നോക്കാം. ഓക്കെ ആണ്. നീ എല്ലാരും എന്തോ എല്ലാവരും ഇപ്പൊ ഇല്ല, ഞാൻ ഇട്ടിട്ട് ഇടാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് എവിടെ വേണേലും ഇട്ടോ. നമ്മളെ ഞെട്ട് നോക്ക്. അണ്ണാടി എവിടേക്കാ വിട്ടുപോയേ? പുഷ്പലത ടച്ച് ചെയ്തിട്ട് എടുക്കാനല്ലേ? അല്ല, അതിവിടെ നോക്കുമ്പോ വെട്ടത്തിന്റെ വിഷയം എല്ലാ കുഴപ്പമൊന്നും. ഇത് ഏറെ കയറ്റാൻ വേണ്ടി മാത്രം വന്നേക്കോ. പോ ഇറങ്ങി താഴെ. ട്രോളുമായി മാത്രം. ജാനുവിനെ ഇത് തന്നെ ജാനുവിന്റെ മുടി അല്ല കമന്റ് ചെയ്യാൻ പറഞ്ഞത്. ജാനുവിന്റെ മുടി തന്നെയല്ലേ? ശരിയാ, കമന്റ് ചെയ്യുന്നു. എല്ലാവർക്കും ചേട്ടാ വേലത്തോട്ട് നീങ്ങിന്നോ? അണ്ണാടി പറഞ്ഞുവിടെ നമുക്ക് രണ്ടുപേരും ഇതുപോലെ എന്റെ പൂ അങ്ങനെ പോവല്ലേ? അങ്ങോട്ട് നോക്കൂ. സെറ്റ് എന്താ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ. രണ്ട് വാക്ക് പറയുമെങ്കിൽ രണ്ട് വാക്ക്
ഫുഡ് വണ്ടി ഫുഡ് കഴിച്ചിട്ട് മോതിരം പറയാനോ അതൊരു നല്ല തീരുമാനമാണ്. എടി ഫുഡിന്റെ ഒക്കെ പോയി ആരെങ്കിലും ഒക്കെ എടുക്കടി. എടുക്കുവാ രണ്ടും കൂടെ മത്സരിച്ച് ഒന്നെടുക്കല്ലേ, രണ്ടെണ്ണം. പരസ്പരം മേക്കപ്പാ. തുമ്പി ഇത് തന്നെ ചിത്തിരി വല്ല കല്യാണം. തുമ്പി എടുത്തോ, തുമ്പി ചേച്ചിയുടെ കൂടെ ഫോട്ടോ വേറെ മൂടില്ല. ആവശ്യമുള്ള വരുമ്പോ ബാക്ക് അടിക്കും. എന്നോട് ഒരു ഫോട്ടോ എടുക്കാൻ. ക്യാമറമാൻ എന്തിനാ കൊണ്ടുവന്നു ഞാൻ അറിയാൻ സൺസ്ക്രീൻ നിങ്ങൾ സ്റ്റേറ്റോട്ട് കയറുക. അതൊരു നല്ല തീരുമാനമാണ്. എന്നാലും വേണ്ട കയറാം. നല്ലതാ. നിന്റെ കണവൻ അതാ എനിക്ക് നഷ്ടം. ഞാനും പണിയും ചങ്ക പൊട്ടി നിൽക്കുക. എല്ലാരെയും ബുദ്ധിമുട്ട് ഒഴിവാക്കണം. എല്ലാരും നമുക്കായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പരിധി ഉണ്ടല്ലോ. അച്ഛമ്മ ഇത് കഴിയുമ്പോ നീ ഒരു ഉപകാരം ചെയ്ത് തരണം. ചോട്ടയുടെ വണ്ടി ഉണ്ട്, അതൊന്നും എടുത്ത് താഴെ ഇറക്കണം. എന്നെ എന്റെ പുഷ്പലത ചേച്ചികളാണ്. വിഷ്ണുജ സ്വന്തമായി ബ്യൂട്ടി പാർലർ ഉണ്ട്. ഓണർ ഇനി പറയണം. സൂര്യ ഐഷാന്റെ സ്റ്റുഡന്റാ. രഞ്ജു മാമിന്റെ സ്റ്റുഡന്റ് ആണ്. പറയുമ്പോ സീതത്തോടാന്നേ ഉള്ളൂ, വലിയ പുള്ളിയാ. എങ്ങനെ ഇരുന്ന് എന്നെ ഇങ്ങനെ ആക്കിയില്ലേ. ഇനി ഒരുപാട് കഴിവുണ്ട്. കഴിവെല്ലാം പുറത്തെടുക്കാൻ പറ്റിയില്ല, സമയമില്ലെന്ന്. അടുത്ത പരിപാടിക്ക് പിടിക്കാം. അത് ചുമ്മാ പറഞ്ഞു. അല്ല ശരിക്കും കഴിച്ചിട്ട് ഫുഡ് വന്നു. ഞാൻ പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് മോതിലുള്ള എല്ലാരും ഇരിക്കുന്നു. ഒരു സെലിബ്രിറ്റി ഡാൻസ് കൊണ്ടുപോകാൻ ആളില്ലെന്ന്. അപ്പുറത്തായി പിടിച്ചോ, പൊക്കെടുക്കോ. വെള്ളം വേണം, ഒരു ഗ്ലാസ് വെള്ളം. ഗ്ലാസ് എന്നാ ഇങ്ങോട്ട് ഇങ്ങോട്ടാ കൊള്ളാമെന്നല്ലേ പറയാൻ വരുന്നത്. എനിക്കറിയാം. അപ്പൊ പറഞ്ഞിട്ട് കോൺഫിഡൻസ് കയറും. പെട്ടെന്ന് വായിക്കാൻ അവനെവിടെ പോകുമ്പോൾ അതിലല്ല അവളൊരു സ്ഥലത്ത് ഇരുത്താൻ വേണ്ടിട്ടാണ്. എങ്ങനെയുണ്ട് അഭിപ്രായം പറ കേക്കട്ടെ. എന്റെ മുടി പെട്ടെന്ന് അതില് മേക്കപ്പെടുമ്പോ മാറും. എന്നും ആവുന്നതല്ലേ കാണുന്നേ. മുടിയൊക്കെ ഉണ്ട് തിരിഞ്ഞു കാണിച്ചു കൊടുക്കും. അമ്മയുടെ പ്രശ്നം ഞാൻ പഴയ പോലെ അല്ല. അങ്ങനെ മേക്കപ്പെടുമ്പോ മാറും. പിന്നെ മേക്കപ്പെടില്ലേ. ഇത്തിരി മുടി ഒന്ന് വളർന്നു വെച്ചിട്ട് എന്താ കുഴപ്പം. എനിക്കിങ്ങനെ വീശണമെന്നുണ്ട്. പക്ഷെ പുഷ്പലത പറഞ്ഞ് വീശരുന്നുണ്ട്. എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതങ്ങോട്ട് പോട്ടെ. കുഞ്ഞ ഇങ്ങോട്ട് വന്നേ. കുഞ്ഞാ
കിടു എവിടെ? വീടിനെ ഉണർത്തി കുശാമ്മയുടെ കണ്ടുള്ള ചാടി എങ്ങനെയായിരുന്നു എണീറ്റോ എണീറ്റോ അയ്യോ ആരും കാണൂല. ഞാൻ അയച്ചുതരാം. ആരാണ് കിടു? എടാ അപ്പൊ സുന്ദരിയാടാ. സ്വന്തം അമ്മേനും വേണം അപ്പേനും വേണം പക്ഷെ അമ്മേനെ മതി. അമ്മേ ഒന്ന് വന്നേ അമ്മ. ഞാൻ അമ്മ അച്ചാച്ചി ഒന്ന് വന്നേ. ആരാ ക്യാമറമാൻ? ഇങ്ങോട്ട് വാ. എടി പരിപാടി കഴിഞ്ഞ സമയമില്ലയോ ഇല്ല ചേച്ചി. ഇവർക്കൊക്കെ ഒരുപാട് ദൂരം പോകും. അടിക്കുന്ന മുടി കളയല്ല. സ്നേഹം ജീവിച്ചോന്നെന്തി അണ്ണാണി എവിടെ? അതാണ് അമ്മ വേണം കൊച്ചും വേണം. ഒരു മിനിറ്റ് ഇത് എടുത്തിട്ട് നിങ്ങൾ പോരുത് കേട്ടോ അവർക്ക് എടുക്കണം. ക്യാമറമാൻ പോയോ? ഇത്ര നേരം പുള്ളിക്ക് ഇപ്പൊ ഫോട്ടോ ഇപ്പൊ ഒരു ലൈറ്റ് എടുത്ത് വരുന്നത് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട്. ക്യാമറമാൻ സന്തോഷം. ഒരു ഫോട്ടോയിൽ എടുപ്പിച്ചില്ല. വന്നിട്ട് വേറെ നേരമായി. എല്ലാരും എന്നെ നോക്കൂ. അയ്യേ എനിക്ക് നാണം വരുന്നു. എന്നെ ആരും നോക്കരുത്. ഇവരെ എല്ലാം പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട് ഇല്ല രണ്ടുപേർക്കും തോന്നി ക്യാമറ സുഖത്തിലില്ലല്ലോ. ഞാനോ? ഉമ്മ വേണ്ട. ആ അത് ആ ഫോട്ടോ വേണ്ട. ഉമ്മ തരുന്ന ഫോട്ടോ വേണ്ട. എനിക്ക് ഉമ്മ അലർജിയാണ്. എല്ലാം നമുക്ക് കല്യാണം ബാക്ക് ചെയ്യട്ടോ ബാക്ക് ചെയ്ത് ചീഫ് ഗസ്റ്റ് ഗസ്റ്റ് ഫോട്ടോ ഇവിടെ വെച്ചാ മുട്ടുകൾ കൂട്ടിയിടിക്കുന്നുണ്ടോ അല്ലേ? വേണോ മാമ റിങ്ങോ മോതിര കൈമാറ്റ ചടങ്ങ് മാത്രമല്ല, മോതിര മാറ്റ ചടങ്ങിലേക്ക് നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥന നടത്തി ഈ കുട്ടികളെ അനുഗ്രഹിക്കുക. ഏകദന്തം മഹാകായം തപ്തവാന്തര സന്നിവ ലംബോദരം വിശാലാട്ട വന്ദേകം ഗണനായകം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവർജിത സർവസിദ്ധിപ്രദാചാര വന്ദേകം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം വരദീധ്യാനരൂപിണി വിദ്യാരംഭം ഗതിഷ്യാമി സിദ്ധ്യർഭവതു മേ. സിന്ദൂരാരണ വിഗ്രഹാന്തൃണയനം മാണിക്യമ നോക്കണോ ടിഷ്യൂ ആണോ? അയ്യൻ്റെ അച്ഛനുണ്ട്. നാൻ വരുന്നു. കൊടുത്തേക്കുവാ. കിച്ചൻ്റെ വേണ്ട വേണ്ട വേണ്ട
അവനെടുക്കാൻ ഞാനുണ്ട്. അല്ലണോ കിച്ചു ഫാൻസ് അസോസിയേഷൻ സേത്തോട് യൂണിറ്റ്. ഫോട്ടോ എടുക്കണേ. ആ എടുക്ക ഇതാട്ടോ കിച്ചുവിന്റെ അമ്മ. കണ്ടവരൊക്കെ കണ്ടോ? കിച്ചിന്റെ കൊച്ചെന്തിയുടെ ആ കിച്ചുവിന്റെ രീതി. അല്ല തിരിച്ചു പിടിക്കാൻ പറഞ്ഞു. അവന്റെ ഇഷ്ടത്തിന് ചിരിയുണ്ടോ? അച്ചു ചാച്ചനെ വിളിക്കോ? തുമ്പിക്കുഞ്ഞ ചേട്ടൻ ചേട്ടൻ വരുന്നു. ഓക്കെ ഫാൻ വെച്ചിരുന്ന് തുടക്കം പറഞ്ഞു. ഫാൻ വെപ്പിക്കണോ? ഫാൻ വെക്കണോ? മതിടാ. ശത്ത് 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 ഇവിടെ വയ്ക്കുക. ശരി, നിങ്ങൾ സംസാരിച്ചോ, തിരിച്ചോളൂ. ഇവിടെ ഇവിടെ നിങ്ങൾ ഇവിടെ കിച്ചു കിച്ചു ഇത് വേറെ ഏതോ ലോക. ഇവിടെ ചേർന്ന് ഓക്കെ. ഇവിടെ നോക്കിയേ. ഒരു സ്നേഹം ഇല്ലല്ലോ ഇതിന്. കുഴപ്പമില്ല, മതി മതി. വെള്ളം തെച്ചത് ഓക്കെ. ഇവിടെ പിന്നുണ്ട്. ഇവിടെ ഓക്കെ. ഓക്കെ. ഇവിടെ മാറില്ലേ? ഒട്ടും അറിയത്തില്ല, ഇതുവരെ എനിക്ക് ഒട്ടും അറിയത്തില്ല. എല്ലാം കഴിഞ്ഞപ്പോ കാറ്റും കൊണ്ട് വരിക. എന്നാലും സാരമില്ല, ഉള്ള കാറ്റ്. മണിയണ്ണ നമുക്കൊരു ഫോട്ടോ എടുക്കാം. കൂടെ മണിയണ്ണ പോവല്ലോ ഒരു മിനിറ്റ്. അല്ല പിന്നെ കിട്ടത്തില്ല. ഇങ്ങ് വാ. മണിയണ്ണോട് മണിയണ്ണനോട് എടുത്തു. അല്ല, വെറുതെ കുടുംബക്കര ഉണ്ടാക്കല്ലേ. ഫോട്ടോ എടുക്കാൻ വേണ്ടി എടാ എന്നാ എടുത്തോ. ഞങ്ങളെ കൂട്ടിമുട്ടിച്ച കണ്ണി. ഞങ്ങളിങ്ങനെയൊക്കെയാണ് എല്ലാം. ഫോണ് സിംഗിൾ ഇട്ടില്ലേടാ? ചോട്ടയുടെ സിംഗിൾ നിന്നെ ഇപ്പോഴാ കണ്ടില്ല. എവിടെയായിരുന്നു? അടുത്ത് നീ ഒരാവശ്യം ചിരിക്കുന്നു. പോയേ
പിടിച്ച് ചിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് തിരിക്കാനായിരിക്കും. എടാ ഒന്ന് അണ്ണാനിനെ വിളിച്ചേടാ. എന്തിനാ പറയുന്നേ? അവിടെ കണ്ണു നോക്കിക്കൊണ്ടേ. അമ്മേ ശരി അങ്ങോട്ട് അടുത്ത് നിൽക്കേ. ഇതെന്തോ കുഞ്ഞാ ഇഷ്ടമല്ലാത്ത പോലെ. എനിക്ക് അവനെ എഴുതും നിങ്ങൾ. മണിയമ്മ അതിനെ കിട്ടണ്ടത് അത് മാത്രം തുടച്ചു കളഞ്ഞിട്ട് ഒന്നെണ്ണി സഹായിക്കാവും. ഞാനിത് പ്രതീക്ഷിച്ചു. ഞാൻ എന്നെ വിളിച്ചേറ്റാ അല്ലേ ദയനീയമായി നോക്കുന്നുണ്ട്. ഒന്ന് എഴുന്നേറ്റ് പോകാൻ ഇങ്ങോട്ട് നോക്കാം. അവൻ പറഞ്ഞത് അപ്പേ മാമ മോദം ഇടും, ഞാൻ വരത്തില്ലെന്ന്. കട്ടിലേ കിടപ്പുണ്ട്. എന്റെ വൈകി പിണങ്ങി കിടക്കരുതോടെ. ചിരിയിലേക്ക് സന്തോഷം. അവൻ ചിരിന്ന് പറഞ്ഞു ചിരിക്കണ്ട അല്ലാണ്ട് കഷ്ടപ്പെടി ഊരാൻ നോക്കുന്നുണ്ട്. കിടു മോതിരം ഇഷ്ടപ്പെട്ടോ? കിടു മോതിരം ഇഷ്ടപ്പെട്ടോ? മോയിക്കോളം പറഞ്ഞു. അപ്പനെ കരയിക്കല്ലെന്ന് പറ. കരയിപ്പിച്ചാ കിടു വരും അല്ലേ? ഇടിക്കും. മാമനോട് പറ. ഡയലോഗ് അത്ര ഇഷ്ടപ്പെടുത്തില്ല. ഒരു 2 മിനിറ്റ് എടാ ഒരു മിനിറ്റ് അവനും കൊടുത്തോണ്ടി. ഇതൊക്കെ നാച്ചുറാലിറ്റി പാത്രം എന്നാ പോക്ക അവനും പോട്ടെ. ഞങ്ങളില്ലായിരുന്നു. ഞാൻ എന്തിനാ ഇത്ര പോസ്റ്റ് ചെയ്തത്? അറിയാവുന്ന ഒരേ ഒരു വാക്കതാ. ഇവിടെ ഇരുന്നു. നിന്നെ കുഞ്ഞിനെ മാത്രം എടുക്കും. ഇവർ രണ്ടും മാത്രം മതി. എന്തായാലും ഇവള് പറയും കൊച്ചു കരയുന്നു, സോനെ അധികം തിരിച്ചു വേണമെന്ന്. അവനെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. ബോംബ് കൊണ്ടുവാട്ടാ. തന്നുവിടാം.
കുഞ്ഞ എന്താണ് ഈ അസുലഭ അനർഘ നിമിഷങ്ങളിൽ പറയാനുള്ളത്? ദേവ പായസം പ്രഥമൻ കൊള്ളാം. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാന്ന് മാത്രമേ എല്ലാം ഇറച്ചി ഇല്ലേ? കഴിക്കില്ല. ഓ വേണ്ട ഇല്ല അതെ ഫോട്ടോഷൂട്ട് കിടന്നുറങ്ങാനല്ല. ആ ഒരു ഉമ്മയും കൊടുക്കാം. കൊടുക്കണ്ടാവും. അത് കൊടുത്തോളൂ. ആ ഭാവമല്ല വേണ്ടത്. ഒന്ന് മുകളിലോട്ടേക്ക് കുഞ്ഞാവിനെ നോക്കി. അത് ഉറക്കമോ ഭാവം? നോക്കണോ? നിന്റെ ഹൃദയം പിടിക്കുന്നുണ്ട്. വർക്കിംഗ് ആണല്ലേ? നിനക്ക് ജീവനുണ്ട്. നീ പരസ്പരം ഐറ്റ് വൈസ് നോക്കൂ. എനിക്ക് ഇവരെ കൊണ്ട് മുതലെടുപ്പിച്ച് ഫോട്ടോസ് എടുത്തേ പറ്റുള്ളൂ. അല്ല അവന് ചേർന്നിക്കാൻ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ നോക്കാൻ വരുന്നില്ലേ? നീ എന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു, ഞാൻ തറയുടെ സൗന്ദര്യം. കൈ എവിടെ എവിടെ ഇവിടെ? അച്ചു പെട്ടെന്ന് ആലോചിച്ചോ ഇങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാന്ന്. ഈശ്വരാ, എനിക്ക് അടുത്ത് എടുത്തി വിരുത്തരുത്. ഇതൊന്ന് കഴിഞ്ഞ് ഈ കടമൊക്കെ തീർത്തടുത്തത്. ഞാൻ ഇങ്ങോട്ട് ഉരുട്ടി എടുത്തോടാ. എനിക്ക് ഫോട്ടോ കിട്ടി. തുമ്പിയ വയറിലൊക്കെ ഞാൻ സമ്മതിക്കത്തില്ല. ആ അത് വേണ്ട. എനിക്ക് തോന്നുന്നു തുമ്പി ചിരിക്കൊന്നും വേണ്ട. ഫോട്ടോ എടുക്കാൻ പോകുന്നു ഗൈസ്. ഫോട്ടോ അവിടെ പോവാ. ഊഞ്ഞാലയുടെ അവിടെ പോയി ഫോട്ടോ എടുക്കാം. ഊഞ്ഞാലയുടെ അവിടെ പോയി ഫോട്ടോ എടുക്കാം. ഊഞ്ഞാല അടുത്ത് ഫോട്ടോ എടുക്കാം. കണ്ടോ, ഓണം കഴിഞ്ഞാൽ ഞങ്ങൾ ഊഞ്ഞാലയുടെ അവിടെ വന്നാണ് ഗുയിസ്. ഊഞ്ഞാല ഫോട്ടോഷൂട്ട്. ഇതെല്ലാം കൂടെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ വേണമല്ലോ. എഡിറ്റ് ഇന്ന് തന്നെ എണ്ണം. വീഡിയോ എത്രയാടാ? ചോറ് കഴിക്കണ്ട, ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്കിതിൽ സ്റ്റുഡിയോയിൽ കൂടുതലാണ്. ഊഞ്ഞാൽ വൃത്തിയാക്കാൻ ഏൽപ്പിച്ച ആളാണ്. നീ ഒന്നിരുന്ന് ഉള്ള പൊടി നിന്റെ ബോഡിയിലായിക്കോട്ടെ. ചാർജ് തീരെയില്ലേ? ഇവിടെ വരെ വന്നിട്ടുണ്ട് പ്രയോജനം. ശരിയാ. റൂട്ട് പോലും ഇല്ലാത്ത വഴി. ഇല്ലില്ല, ആട്ടലൊന്നുകൂടെ. ഒരു തൊഴി ഇവന് കൊടുത്തതേ ഉള്ളൂ. എന്നോട് ഫോണൊന്ന് മുറുക്കി പിടിച്ചോണം. ഞാൻ വിളിച്ചു എന്ത് സംഭവം എന്നാ.
ദൈവമേ നീ തീർന്നു. ആ കുഞ്ഞാച്ചേട്ടൻ കഷ്ടപ്പെടുകയാണ്. പോസ് അറിയാത്ത കുഞ്ഞാച്ചേട്ടൻ പോസ് ചെയ്യുക. അയ്യോ അവിടെ ഒരു മൈന. നീ ഫെബ്രുവരി 16 ശരിയാണോ? ആ ഞാൻ ഫ്രീയാ, ഞാൻ ഫ്രീയാ. നാളെ പോവാം. ഇതിനൊക്കെ കളഞ്ഞേക്കാം നമുക്ക്. അത്രേ ഉള്ളൂ. ഞാൻ അച്ഛനെയും കൂട്ടിക്കും. വളയമ്പള്ളിയൊക്കെ ഫ്രീ ആയി. വേർ ഈസ് മൈ കിച്ചു? എല്ലാരും പോവാൻ ഇറങ്ങി ഗൈസ്. ചെക്കനെ ആ ചരിത്രത്തിൽ ആദ്യമായി ചെക്കനെ ഉപേക്ഷിച്ച് വീട്ടുകാർ പോന്നു. ചുരം കയറുമ്പോൾ നിങ്ങൾക്ക് ഓംലെറ്റ് റെഡി. അച്ഛന് പോന്നില്ലല്ലോ. ആ അച്ചു പോണ്ട. അങ്ങനല്ല അച്ചു ഒന്ന് പിടിച്ച ഇപ്പൊ മേടിക്കാൻ പറ. മറിക്കോ മുങ്ങിക്കോ? ഇതെന്താന്നാ ഇത്? വാഴയില കയറി കളിക്കുവാന്നോ? ഇവിടെ കച്ചറ അടിയാ. 2 ജാക്കിമാരോട് അടിയാന്നല്ലോ. ആരുടെയാ? പ്രശ്നം ഉണ്ടാക്കാതിരിക്കുവോ? അടി ഉണ്ടാക്കല്ലേ. ഇതോടുകൂടി മനുവിന്റെ ഫാൻസിന്റെ കാര്യത്തിൽ തീരുമാനമായി. കുഞ്ഞാ മനുവിന്റെ ഫാൻസ് അടുത്ത ബിബിയുടെ ഫാൻസ്. നമ്മുടെ കൊച്ചല്ല ഇത്, ഏതോ കൊച്ച. അവൻ വേറെയാ ഞങ്ങൾക്കറിയത്തില്ല. എടുത്തു അങ്ങനെ പറയല്ലേ ബിബി. ഇതൊക്കെ എപ്പോഴായിരുന്നു അല്ലേ? ഇന്ന് അവന്റെ കുടുംബജീവിതം തകരും. എപ്പോഴായിരുന്നു? ക്യാമറമാൻ എന്നും കൂടെ കാണിച്ചു. അവനും എല്ലാവർക്കും കിട്ടും. ഞാനല്ല ഇങ്ങോട്ട്. നമ്മുടെ ക്യാമറ എടുത്ത വ്യക്തി 1 ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ വീഡിയോ എടുക്കാൻ, അല്ല ഫോട്ടോ എടുക്കാൻ. ആ വ്യക്തിയാണ് ഈ വ്യക്തി. അമ്മുവിന്റെ കെയർ ഓഫ്. ഫോട്ടോ കൊള്ളത്തില്ല ഇവളെ പറഞ്ഞാൽ മതി. സാധാരണ ക്യാമറമാർക്ക് ധൃതിയാ പോവാ. ഇത് ഓടിച്ചിട്ട് പിടിച്ച് ഫോട്ടോ എടുക്കാം. ഞാൻ പറയാം നിർത്ത് വിശക്കുന്നത്. ഇവരാണെങ്കിൽ 3 മണിക്കൂർ വെറുതെ ഇരുന്നു. അത് സാരമില്ല. കല്യാണത്തിന് വരത്തില്ലേ? വരൂല. തുറന്നു പറഞ്ഞു വരൂല. മണിയണ്ണ കപ്പയും കൂടെ കൊടുത്തു വിടും. മണിയണ്ണ അത്രേ ഉള്ളൂ. എന്തോത്തി കൊണ്ടുപോകും മണിയണ്ണ? നമ്മൾ ഒറ്റ ട്രേ കാണുന്നില്ല. ആ ഞങ്ങൾക്ക് ഇവിടെ വായുവിനെ കാട്ടി കൂടുതൽ മുട്ടയാണ്. എല്ലാരും പോയോ? അവന്റെ ജാനു എവിടെയാ? എടാ പാത്തു എന്തോ? തുറന്നു വിടും. ഇപ്പൊ തുറന്നു വിടാട്ടോ. തുറന്നു വിടാം. എന്നോട് ജാനുവാണോ? ജാനുവേ ഉടുപ്പൊക്കെ ഊരി പോയോ? അവന്റെ ജാനുവാണോ? ആണോ? ആ ദേഷ്യ പ്രതിഷേധം. ഞാൻ അതിനകത്തിട്ട് പൂട്ടിയന്റെ. ഇല്ല തുറന്നു വിടും. ഞാനല്ല കുഞ്ഞാവയാ. പാത്തുവേ മുട്ട കണ്ടോണ്ട് പാത്തു അങ്ങോട്ട് തിരിഞ്ഞു. ഇനി ഇങ്ങോട്ട് തിരിയൂല. അത് അവക്ക് രോമം എല്ലാം എടുത്ത് കളഞ്ഞമ്മേ. ആ രോമം കളഞ്ഞ കാരണം തണുക്കുമെന്ന് ഓർത്തിട്ട്. രാവിലെ നല്ല തണുപ്പ. എന്റെ മോനെ ഞാൻ ഇപ്പൊ നിന്നെ തുറക്കാം. കാറിന്റെ ചാവി കളഞ്ഞു. എടി നീ നിന്റെ മേക്കപ്പ് ഒന്ന് കഴുകിക്കളയാം. ഞാൻ അംഗീകരിക്കാം. എനിക്ക് നീ വേറെ ആരോ പോലെ ആകും. മൈനാ മേക്കപ്പ് ഇടുന്ന. എന്നെ പോലെ ഇരിക്കാനാണ് മേക്കപ്പ് ഇടാണ്ട് വന്നാ പോരെ? അങ്ങ് മാറ്റാം. കണ്ടില്ല ലെൻസ് മാറ്റാൻ നീയാവും. ഇപ്പൊ മറ്റൊരു ഉപദേശം കൊടുക്കും. അതിന് മുമ്പ് ചെവി പറ. എന്താ ഉപദേശം? ഇങ്ങനെ ആയിരിക്കരുതെന്ന്. സാധനം ഇരിപ്പുണ്ട്. അല്ല വരുമ്പോ പരിഗണിക്കണമെന്ന്. ഇവിടെ പറ്റിയില്ലെന്ന്. നന്നാക്കി നമുക്ക് ഓരോന്നിനായിട്ട് പോക്കാം. ചിലപ്പോ അവിടെ വേണ്ടി വരുമെന്ന് ഓർത്താൻ 2 കൊണ്ടുവന്നേ. എനിക്ക് അവിടെ ചെന്നാലും സ്നേഹിക്കണം, ഇവിടെ വന്നാലും സ്നേഹിക്കണം. ഭയങ്കര ഡുണ്ടുവാവും. കാണില്ല പിടിച്ചാ ഭയങ്കര സൈസാവും. വലിയ പട്ടിയാവും. പക്ഷെ കുട്ടുവാവ് എപ്പോഴും ഹലോ എങ്ങോട്ടാ? എന്താ പിണങ്ങിയിരിക്കുന്ന? വിഷമിച്ച്
സന്തോഷമായല്ലോ അതിന്. കൊടുത്തു അതിന്റെ സന്തോഷം. കോപ്പയുടെ കാലിലെന്തോ പ്രശ്നം. അച്ചുകാലത്തോടല്ലേ വേദന എടുക്കുന്നുണ്ടെന്നോ ചിലപ്പോ കടി നോക്കണം എന്താ പറ്റിയെന്ന്. മുള്ളും എല്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ അവരെ യാത്രയാക്കാൻ പോവുകയാണ്. മോതിരം ഇട്ടെന്നും പറഞ്ഞ് കമന്ന് കട്ടിലേക്ക് കിടന്ന് കരയുമായിരുന്നു. മാമ മോതിരം ഇട്ടെന്ന് അവിടെ ഇരിക്കുന്നു. പിണങ്ങിയോ? ഉഷമ്മ പോയോ? ഉഷാമ്മ ഉദ്ധർ നീയേ ഉഷമ്മ പോയോ? ദേ പറഞ്ഞിരിക്കുന്നു. ഉഷമ്മ താഴെ ഉണ്ട്. വാ കണ്ടിട്ട് വരാം. എനിക്ക് വിടുവാ. ബസ് ടൂറിസ്റ്റ് ബസ് വാ കണ്ടിട്ട് വരാം. ബാ എന്റെടാ ബാ കിച്ചാൻ്റെടാ ബാ നമുക്ക് ബാ ഞാൻ എടുക്കാം. ഞാൻ എടുത്തോട്ടാ വരുന്നേ. ഇല്ല ഉഷാമ്മയോടെ പോയി ജീവിച്ചോ. നടന്നോ ഈ മുടി വന്നാലും എങ്ങനെ ഇങ്ങനെ ചുരുണ്ടു? സത്യം പറ വിഗല്ലേ അതുപോലും മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഞാൻ അവനോട് മുല്ലപ്പൂ വേണോന്നൊന്നും ചോദിച്ചില്ല. അത് ശരിയാ, ഒന്ന് ചോദിക്കാമായിരുന്നു. കാര്യം പറഞ്ഞ ആണുങ്ങൾ ഒരുങ്ങത്തില്ലെന്ന് പറഞ്ഞേ. ആര്? മാമൻ എന്നെ ദോ അവർക്ക് പോകാനുള്ള വണ്ടി. അതാണ് അവർക്ക് പോകാനുള്ള വണ്ടി. നാളെ വരും. അപ്പൊ കിച്ചോ പോകുന്നതിന്റെ കരച്ചിലാ കാണുന്നേ. നമുക്ക് ടാറ്റ അവിടെ എല്ലാവർക്കും. ഇങ്ങനെ കരഞ്ഞാ കണ്ടിട്ടില്ല. മദർ എടുക്കുന്നു. രഹസ്യം പറഞ്ഞോണ്ട് കൊണ്ടുവന്നെ. ഉഷാമ്മയുടെ മോനെയും കൊണ്ടുവന്നില്ല. മോന്റെ അമ്മ അമ്മു ഇനി അതുകൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ കരയിക്കും. വണ്ടി അല്ല അവനറിയാം. എന്നോട് പറഞ്ഞോണ്ടാ വന്നേ. നമുക്ക് വണ്ടിയെ കയറി ഒളിച്ചു പോകാം. ഇപ്പൊ ശരിയാ. എന്താണ് പിന്നെ ഇവരെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കുഞ്ഞാ വഴക്കൊടുക്കും. അമ്മൂനെ കൊതിയാ ഇതുപോലെ ഒന്ന് കരയാൻ. ഇങ്ങനെ കരഞ്ഞോ പോയി പഠിച്ചും പിടിക്കാട്ടെ. ഇവിടെ പോകത്തില്ലേ? ഇത് എന്നാ പറ്റി? ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടേ വരത്തുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ കയറി എണ്ണ എടുക്കും. പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ ഇന്നലെ വരാത്ത അത് അവിടെ വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോന്ന്? ശരി. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോന്നാണ് ചോദിച്ചേ.
ഡ്രൈവറോട് വണ്ടി ഓടിക്കാൻ അറിയാവോ? എങ്ങനെ ഇവിടം വരെ വന്നു? ചോദിക്കുന്നു, കൊടുക്കല്ലേ? ചരിത്രത്തിൽ ആദ്യമായി ചെറുക്കനെ ഉപേക്ഷിച്ച് വീട്ടുകാർ പോയി. ചെറുക്കനെ ഉപേക്ഷിച്ച് വീട്ടുകാർ പോയി. പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കനെ അല്ല, ഇത്ര സമയം ഗസ്റ്റ് ആയിരുന്നു പണിയെടുക്കുന്നു. കഴിഞ്ഞു. എല്ലാരും പോയി. കിടുവിനോട് തൽക്കാലം ഉഷാമയിൽ അച്ചൂര് വെച്ച് അഡ്ജസ്റ്റ്. അല്ല, അച്ചു ഉഷാമെ കാണാണ്ട് ഇത്രയും കരഞ്ഞിട്ടില്ല. ഡ്രൈവറിനോട് ചോദിക്കുക വണ്ടി ഓടിക്കാൻ അറിയാവുന്നു. എന്താ പറയാനുള്ളതെന്ന് പറ. കാണിച്ചു കൊടുക്ക. അതുപോലെ ഈ പുള്ളിനെ ഒന്ന് വിടണം. ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാനുണ്ട്. ഇങ്ങോട്ട് വായോ. ഇന്നത്തെ പരിപാടികളെ പറ്റി എന്നെ പറയാനുള്ളത്? കാരണം ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യലി തീരുമാനമായെന്ന. പക്ഷേ എനിക്കിത് കട്ടിക്കൂടുതലാണ്. കുഞ്ഞാവയുടെ ബാച്ചലർ ലൈഫ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മുതൽ കുടുംബച്ചൻ. അപ്പൊ ഇനി പോകുന്നില്ല. 2 ദിവസം ഇവിടെ ഒരു കാര്യമുണ്ട്. കണ്ണൂരമ്മു കുഞ്ഞാവേ പോകുന്നില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്, മാറിക്കണം. അപ്പോൾ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കുഞ്ഞാവെ കാണാൻ പറ്റും എന്ന് മനസ്സിലായി. കുഞ്ഞാവ ഇല്ലാത്ത വീഡിയോക്ക് ഇപ്പോൾ വ്യൂ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലല്ലേ? എല്ലാം എനിക്ക് മനസ്സിലായി. അപ്പം ഞാനാരാ? അപ്പോൾ നമുക്ക് കുടുംബകാര്യങ്ങളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഞാൻ വീട്ടിൻ്റെ മേക്കപ്പ് എല്ലാം കഴിക്കളട്ട്. കൊള്ളത്തില്ലായിരുന്നു എന്ന് മാത്രം ആരും കമൻ്റ് ഇടല്ലേ. ചുമ്മാ എഴുതി വെച്ചോ കൊള്ളാം അങ്ങനെ പറയണമെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കിച്ചനെ പറ്റി അധികം കമൻറ്റ് ഇടണ്ട. ഇവൻ വായിച്ച് പുളകിതനായിക്കൊണ്ടിരിക്കുക. എപ്പോഴും സ്വന്തം കമൻറ്റ് വായിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അതേണ്ട് അമ്മ ടാറ്റാ. കല്യാണ ഡ്യൂട്ടി കഴിഞ്ഞു, കുടുംബത്തിൽ ഇറങ്ങി, ഇനി പണിയാ. എടുക്ക കപ്പ വീഴ്. അത് മൂത്തില്ലേ? ചേച്ചി കപ്പ വീഴാൻ പറഞ്ഞിട്ട് കൂടെ വന്നവർക്ക് സംശയം. നാട്ടുകാരടിക്കുമോ ഇത് ആരുടെയാന്ന്? ഇത്രയും എനിക്ക് വേണ്ട.